ഈസിയായിട്ട് എങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ? അതിനായിട്ട് കുറച്ച് ഗോതമ്പ് മാവ്, ഒരു നുള്ളുപ്പ്, ചെറിയ ചൂടുവെള്ളം എന്നിവയാണ് വേണ്ടത്. ചെറിയ ചൂടുവെള്ളത്തിൽ ചപ്പാത്തി മാവ് കുഴയ്ക്കുമ്പോൾ ആ ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടാറുണ്ട്. ഞാനിവിടെ സ്ഥിരം ചെയ്യുന്നതും അങ്ങനെയാണ്. നോർമൽ വാട്ടറിൽ ഞാൻ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ എനിക്ക് കുറച്ചും കൂടി നല്ല ടേസ്റ്റി ആയിട്ടും നല്ല സോഫ്റ്റായിട്ടും കിട്ടുന്നത് ചെറിയ ചൂടുവെള്ളത്തിൽ നനയ്ക്കുമ്പോഴാണ്. ഏകദേശം ഒരു 10-15 മിനിറ്റോളം നല്ല രീതിയിൽ ഞാനത് നല്ലതുപോലെ മിക്സ് ചെയ്ത് നല്ല രീതിയിൽ അത് കുഴച്ച് ലാസ്റ്റ് ഒരു അര ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്ത് നല്ല രീതിയിൽ കുഴച്ച് മിക്സ് ചെയ്ത് ഒരു 10-15 മിനിറ്റോളം ഞാനത് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല സോഫ്റ്റ് ചപ്പാത്തി നമുക്ക് കിട്ടുമല്ലോ, അതിന് വേണ്ടിയാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ ടൈമിങ്ങിൽ ഞാനത് ചെറിയ ഉരുളകളാക്കി മാറ്റിയിരുന്നു. പെട്ടെന്ന് എനിക്ക് പരത്തിയെടുക്കാൻ വേണ്ടിയുള്ള എളുപ്പത്തിന് വേണ്ടിയാണ് ഞാനത് ഇങ്ങനെ ചെയ്യുന്നത്. റൗണ്ടിൽ തന്നെ പരത്തണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് പരത്തിയെടുത്താൽ മതിയാകും. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡിന്നർ. താങ്ക് യു ഫോർ വാച്ചിങ്.